ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലുലു മാളിൽ നമ്മളുടെ പ്ലേ കളിക്കുന്നൊരു ഇതുണ്ട്. സ്പാർക്കീസ് എന്നാണ് പേര്. അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെല്ലാത്തിലും കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ധനുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റൈഡാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധനു ആദ്യം വന്ന പഠനം കയറിയത് ഇതിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, കുറേ കളിച്ചത് ഇതിലാണ് കേട്ടോ. 2-3 പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ എല്ലാം ഓൻ അതിലാണ് കയറിയത്. ഇപ്പം നമ്മളോടാണെങ്കിൽ ഇന്ന് കാർഡ് എടുക്കാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ എല്ലാം പ്രശ്നമായില്ല. കാരണം അപ്പോൾ തന്നെ അവർ പറഞ്ഞു ഫോൺ നമ്പർ ആദ്യം നമ്മൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് എല്ലാം കാണിക്കും അവരുടെ കമ്പ്യൂട്ടറിൽ. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു. കാർഡ് എടുക്കാൻ മറന്ന ഒരു പ്രശ്നമില്ല, വേറെ കാർഡ് കിട്ടി. അങ്ങനെയാണ് നമ്മളുടെ സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഗൈസ്, ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ കുറേ ടിക്കറ്റ്സ് വാരി കൂട്ടിയിട്ടുണ്ടായിരുന്നു, അത് കാണാം. പിന്നെ ആ ഗോസ്റ്റ് ഹൗസ് കണ്ടോ നിങ്ങളവിടെ, അതിൽ കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കയറാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല, പേടിയാണ്. പിന്നെ ധനവും കൂടി ഉണ്ടെങ്കിലേ എനിക്ക് നോക്കാൻ പറ്റൂ. ഗോസ്റ്റ് ഹൗസ് അല്ല, ഒരു ഹൊറർ റൂമാണ് അതെന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് ബാക്കി ചില വീഡിയോസല്ലേ എനിക്ക് എടുക്കാൻ പറ്റും. കാരണം ഞാൻ കയറുന്നതൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ കയറുന്നതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ധനു കയറിയ മാക്സിമം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ സൗണ്ട് അതിനെക്കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുമാത്രമല്ല, ലാസ്റ്റായിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസം ഞാനും ധനും കൂടി കളിച്ചാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് കളിച്ചതിൽ ടിക്കറ്റ്സ് എന്ന് പറയുന്നത് 83, അതായത് 83 ടിക്കറ്റ്സ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം കൊണ്ടാണ്. അപ്പം അത് ഭയങ്കര ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെയാണ് ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ ഒരു അറബി കുട്ടികളാണെങ്കിൽ ഒരു ദിവസത്തിലാണ് 130 അടുത്തെങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു ടിക്കറ്റ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇപ്പോൾ എടുത്തല്ല, 2 ദിവസം മുമ്പേ എടുത്താണ്. പക്ഷെ എന്നാലും എനിക്കത് ഓർമ്മയുണ്ട്. കാരണം അത്രയും ഞാൻ എല്ലാവരോടും പറഞ്ഞ് വന്നപ്പം കാണിച്ചു കൊടുത്ത്, കണ്ടോ ഈ അറബി കുട്ടികൾ എത്ര ടിക്കറ്റ്സാണ് അമ്മയ്ക്കെല്ലാം കാണിച്ചു കൊടുത്ത്. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് 83 ഉള്ളൂ, അപ്പോൾ നമുക്ക് അവരെ വെട്ടിക്കാമെന്ന് വിചാരിച്ച് അടുത്ത പ്രാവശ്യം വരുന്നവരാക്കാൻ വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം കയറി. ഇതെന്താണെന്ന് എനിക്കിത് ചെറിയ പെൺകുട്ടികൾ കളിക്കുന്നതാണെന്ന് തോന്നുന്നു, ബാർബീൻ്റെതാണിത്. പക്ഷേ ഇത് ധനു എപ്പോൾ വന്നാലും കയറലുണ്ട്. പക്ഷേ ഞാൻ ആദ്യം കയറിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവനതിലിരിക്കൂല എന്നാണ്. കാരണം അത് ചെറുതായിട്ടൊന്ന് വളയ്ക്കുന്നവരെല്ലാം ഇളകുന്നുണ്ടായിരുന്നു, വളയ്ക്കുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ധനു ഇതിനകത്ത് നിന്ന് ഇനി ചോടുമെന്നല്ലോ. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓനത് എല്ലാത്തിലും കളിക്കുന്നെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഓന് വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാത്തിലും കയറും തന്നെ ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുക, ഈ ഒരു സമയത്ത് ഞാൻ വിൽക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പോയേനെ മൂക്കും കുത്തി താഴ. കാരണം എൻ്റെ കൈ ടിക്കറ്റ്സും അതേപോലെ തന്നെ വീഡിയോ എടുക്കുന്നതും അതേപോലെ തന്നെ 83 ടിക്കറ്റ്സാണ് എൻ്റെ അടുത്തുള്ളത്. അത് മാത്രമല്ല വീഡിയോ എടുക്കുന്നതും അതേപോലെ തന്നെ എന്താ പറയുക, എല്ലാം എൻ്റെ കാർഡ് സ്വാപ്പ് ചെയ്യുന്നതെല്ലാം ഞാൻ തന്നെയാണ് കൊണ്ടുവരുന്നത്. എല്ലാം കയ്യിൽ വെക്കാൻ പണിയേനു. അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങളിതിൽ കണ്ടോ. പിന്നെ ടിക്കറ്റ്സ് ഉള്ള ആ ഒരു എപ്പോഴാണ് ഈ ടിക്കറ്റ് ഉള്ളത് എന്നുള്ളത് ഒരു സെക്കൻഡ് ഉണ്ടാവില്ല, ഏത് മിനിറ്റാണ്, എത്രാമത്തെ മിനിറ്റാണ്, സെക്കൻഡാണ്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആരാണ് അതിൽ ജയിക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ റീചെക്ക് ചെയ്യാം, 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് റീചെക്ക് ചെയ്യും. അപ്പോൾ ആരാണോ അത് ജയിക്കുന്നത് നമുക്ക് നോക്കാം. എന്തായാലും കുറേ റൈഡ്സിലെല്ലാം കയറിയിട്ടുണ്ട്, ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.